പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത സാധനം തൂക്കി ബ്രോ, കിടിലം പടം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇത്രയാണെങ്കിൽ ഇത്രയ്ക്ക് തന്നിട്ടുണ്ട്. അതിലും മികച്ച ചെയ്തു വെച്ചു. ഫസ്റ്റ് ഹാഫ് നമ്മുടെ മലയാളി ലെജൻഡറി ഇന്ദ്രൻസ് തൂക്കി. കംപ്ലീറ്റ് വരുന്നത് നമ്മൾ മനസ്സൊന്ന് റിഫ്രഷ് ആയി. പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത സാധനം തൂക്കി ബ്രോ, കിടിലം പടം. അടിപൊളി. സൂര്യയുടെ കമ്പാക്ക് ആണോ? ഉറപ്പായിട്ടും അതിലൊരു സംശയം വേണ്ട. സൂപ്പർ അടിപൊളി ബ്രോ. എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇത്രയാണെങ്കിൽ ഇത്രയ്ക്ക് തന്നിട്ടുണ്ട്. അതിലും മികച്ച ചെയ്തു വെച്ചു. കിടലം പടം സൂപ്പർ പടം. അണ്ണന്റെ കമ്പാക്ക് ആണ്. എല്ലാ വിജയ് ഫാൻസിലും എല്ലാവർക്കും മസ്റ്റ് വാച്ച് പടമാണ്. എല്ലാവർക്കും ഒരു കിടലൻ ട്രീറ്റ് ആണ്. ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി പടമാണ്. അണ്ണന്റെ തൂക്കാണ്. അണ്ണൻ തൂക്കി മറിച്ച് സായി ബങ്കർ അണ്ണനും കൂടെ തിയേറ്റർ കത്തിച്ചിട്ടുണ്ട്. പടം കൊള്ളാം, നല്ല പടം. ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. സൂര്യയുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംഗം കഴിഞ്ഞൊരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ആസ് എ ഫാൻ, ഇവിടുത്തെ മാത്രമല്ല എക്സ്പെഷ്യലി തമിഴ്നാട് ഫാൻ, അവർക്ക് സൂര്യ എങ്ങനെ കാണണം, സ്ക്രീനിൽ ഇനി എങ്ങനെ കാണണം എന്നുള്ളത് അറിഞ്ഞ് അതിൽ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സൂര്യയുടെ തന്നെ ആയിട്ട് കുറച്ച് നമുക്ക് അണ്ണനെ തിരിച്ച് എങ്ങനെ സ്ക്രീനിൽ കാണണം എന്നുള്ളത് തിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈ. പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ഫേസ് ആണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് തീരണം അറിയണമല്ലോ. പടം തീർന്നു പോയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനി അടുത്ത് നമ്മളിങ്ങനെ നോക്കി കാത്തിരിക്കുന്ന പോലെയാണ് പടമുള്ള. ശരി, നമ്മൾ മലയാളത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ അത് അടുത്ത പറയാനുള്ള അവരെ, അതായത് മലയാളത്തിൽ ഇന്ദ്രൻസ് മാത്രമല്ല ഒരുവിധം കളക്ഷൻ ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെ പെർഫോമൻസും ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. കാര്യം പറഞ്ഞാൽ എല്ലാവരെയും ആർ.ജെ. ബാലാജി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർക്കും ഒരു സ്ക്രീനിൽ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അവരുടെ ഡയലോഗ്സ്, അവരവർക്ക് ഒരു ചെറിയ ക്യാരക്ടറായ പോലും അവർക്ക് ആ സ്ക്രീനിൽ പറയാനുള്ള ഡയലോഗ് ഉൾപ്പെടെ എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് കിട്ടും. അതേപോലെ പിന്നെ പടത്തിൽ നമുക്ക് ഒരു ബോറിങ് ക്യാരക്ടേഴ്സോ അങ്ങനെ ഒന്നുമില്ല. എക്സ്പെഷ്യലി പക്കയായിരുന്നു. ക്ലൈമാക്സ് സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ പറയാൻ പറ്റില്ല. ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയാണ് പറയാൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല ഇങ്ങനെ. പിന്നെ ഗൂസ് ബം സീൻസ് ഇഷ്ടം പോലെ. BGM പറയണ്ട. സായി മ്യൂസിക് ഹാറ്റ്സ് ഓഫ് സീരിയസ് തന്നെ. പിന്നെ സത്യം പറഞ്ഞാൽ ആർ.ജെ. ബാലാജി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് പറയാൻ തൂക്കി. തിരിച്ച് നമ്മൾ ആസ് എ സൂര്യ ഫാൻ, ആസ് എ നോർമൽ ഓഡിയൻസ് എന്ന രീതിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലാജിയുടെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് മൂവി അല്ല എന്ന് അങ്ങനെയല്ല പറയണം. അതായത് മൂക്കുത്തി അമ്മൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം ജോണറൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ കൂടെ നോക്കുമ്പോൾ അതായത് നമുക്ക് കാണാം. അതാ പറയാം, നമ്മൾ കേരള ഓഡിയൻസിനെ മാത്രം നോക്കണ്ട. തമിഴ്നാട്ടിൽ അവർക്ക് സൂപ്പർ സ്റ്റാർസിനെ കാണുന്ന ഒരു രീതി എന്താണ് വേണ്ടത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫിലിമിന് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ എന്ത് വേണം, സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ കിട്ടണം, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അണ്ണനെ സ്ക്രീനിൽ എങ്ങനെ കാണണം എന്ന് തോന്നുന്നു. ആ സാധനം എല്ലാം ഇടയിലായിട്ട് ചെറിയ ബോംബ് എല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞുള്ള പടം. എന്തായാലും ഒരു കംബാക്ക് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കംബാക്ക് തന്നെയാണ്. ഇവിടത്തെക്കാട്ടിലും ടോപ്പ് കളക്ഷൻ തമിഴ്നാട് എന്തായാലും തൂക്കും. ഇവിടത്തെക്കാട്ടിലും തൂക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള കാര്യം ആ സിനിമയിലുണ്ട്. എന്നാൽ നമ്മളെ അവരുടെ ദൈവ കാഴ്ചപ്പാടും ഇതെല്ലാം കുറച്ച് വേറെ രീതിയിലാണ്. അത് എന്തായാലും ഈ പടത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പടം നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റും. നല്ല രീതിയിലുള്ള പടം. കറുപ്പുകളാണ്. നല്ല സിനിമയാണ്. നമ്മൾ കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് നമ്മുടെ മലയാളി ലെജൻഡറി ഇന്ദ്രൻസ് തൂക്കി. കാരണം നമ്മളെ മലയാളികളുടെ കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലം ആക്ടിങ്. അച്ഛനും മോളും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഇമോഷണൽ ടച്ച് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ എൻറ്റയർ ഏരിയ ഇന്ദ്രൻസാണ് തൂക്കിയിരിക്കുന്നത്. പക്ഷേ സൂര്യയുടെ ഒരു നല്ല തിരിച്ചുവരവാണ്. ഒരു വലിയ ഒരു നഷ്ടത്തിൽ നിന്ന് കിടിലം തിരിച്ചുവരവ്, കിടിലം ആക്ഷൻ, കിടിലം സോങ്സ്. കങ്കുവയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു ഹാങ് ഓവർ ഡെഫിനറ്റ്ലി കങ്കുവ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്തുവാ എന്ന് ചോദിച്ചൊരു ചോദ്യം എൻ്റെ പോയിന്റിൽ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് അതേ ഇതിൽ ഞാൻ തന്നെ പറയുന്നു, സൂര്യ കിടിലമായിട്ട് ഇതിനകത്ത് ഒരുപാട് മാറ്റം വരുത്തി നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ട്. ആക്ഷനൊക്കെ ഓവറോൾ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, മ്യൂസിക് ഉൾപ്പെടെ. ഡയറക്ഷൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ബാലാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് മൂക്കുത്തി അമ്മൻ, ആ ഒരു ടൈപ്പ് ഓഫ് ഡെഫിനറ്റ്ലി ഒരു ടിപ്പിക്കൽ ടൈപ്പ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി നമുക്ക് എൻ്റർടൈനർ വരുന്നിട്ടുണ്ട്. കാരണം നല്ല കിടിലം മ്യൂസിക് വരുന്നുണ്ട്, നല്ല കിടിലമായിട്ട്. ഇതുപോലെ ഡെഫിനറ്റ്ലി ഇതുപോലെ കുറേ കറുപ്പന്മാർ നമുക്ക് ആവശ്യമാണ്. കാരണം കറുപ്പ് തൂക്കിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. കറുപ്പ് നല്ല വെളുത്ത് വരുന്നുണ്ട്. ഓക്കെ, കറുപ്പനാണ്. കറുപ്പ് പ്രോമാക്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മുടെ കങ്കുവയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കറുപ്പ്
എങ്ങനെ ഒരു ഹാങ് ഓവർ മാറി കിട്ടോ കറുപ്പിന്? ആങ്ങോറൊക്കെ കംപ്ലീറ്റ് വരുന്നത് നമ്മൾ മനസ്സൊന്ന് റിഫ്രഷായി. നമ്മുടെ ആ ഒരു ഇതൊക്കെ അതും റെട്രോയും അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ മാറി ഒരു ആണെന്നുണ്ടെങ്കിൽ സിംഗത്തിന് ശേഷം സൂര്യയുടെ ഒരു വമ്പൻ കമ്പാക്ക്. ഇതിനകത്ത് തന്നെ സിംഗം ഉണ്ടല്ലോ. സിംഗമുണ്ട്. നിങ്ങൾ സിനിമ ഉണ്ട്, ഇതിനകത്ത് സിംഗമുണ്ട്, എല്ലാം ദുരൈ സിംഗുണ്ട്, ഇതിനകത്ത് ദുരൈ സിംഗുണ്ട്, നമ്മുടെ ലിയോ ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു നമ്മൾ ഫാൻറ്റസി, കോമഡി, സ്പൂഫ്, ഇമോഷണൽ ഡ്രാമ എല്ലാ സംഭവങ്ങളും കൂടെ ഒരു മിക്സ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും സിനിമയുടേതായിട്ട് കുറച്ച് ലോ മൊമെൻറ്റ്സും ഈ സിനിമയ്ക്കായിട്ട് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു ഇത് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു അതുവരെ പോയൊരു ഗ്രാഫ് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ആണോ? സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ആണോ ലോ ബേസിക്? അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാമെന്ന് തോന്നി. ഇത് നോക്കുമ്പോഴത്തേക്ക് ഇത് ഏത് വേൾഡ് പാരലൽ യൂണിവേഴ്സ്, അതേ പാരലൽ യൂണിവേഴ്സാണ് കാണുന്നത്, ഇതൊരു ഫാൻറ്റസിയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ ഒരു വ്യത്യസ്ത ഗെറ്റപ്പും ഇതൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മലയാളി ആക്ടേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഫസ്റ്റ് ഹാഫ് ശരിക്കും കൊണ്ടുപോയത് ഇന്ദ്രൻസാണ്. ഫസ്റ്റ് ഹാഫ് സൂര്യ പോലും സൈഡായി പോയി. ഇന്ദ്രൻസ് അത്രയും ചില സിനിമകളിലൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഓവറായിട്ട് ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പുള്ളി ആ കറക്റ്റ് ഒരു മീറ്റർ പിടിച്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് വളരെ ടച്ചിങ് ആയിട്ടാണ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മലയാളി ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ശ്വാസിക, അനഘ, ശിവദ, എവര, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അജു വർഗീസിൻ്റെ ഒരു ക്യാമിയോ പോലും ഉണ്ട് ഇതിനകത്ത്. അജു സിനിമ തുടങ്ങിയ ഒരു ആദ്യത്തെ 10 മിനിറ്റ് ഫുള്ള് മലയാളം മാത്രമേ ഉള്ളൂ, മലയാളി ആക്ടേഴ്സും അല്ല. ഇത് തമിഴ് സിനിമ തന്നെയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇവരിൽ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ മലയാളിയായിട്ട് തന്നെ മലയാളം സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. അവർക്ക് വേണ്ടി വേറെ ഡബ് ചെയ്ത് മാറ്റുക, എല്ലാം ഒറിജിനാലിറ്റി അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ സൂര്യ അണ്ണൻ്റെ കുറേ ഗെറ്റപ്പ് സംഭവങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഫാൻറ്റസി ആ ഒരു ഇതിൽ മാത്രം എനിക്ക് വർക്കൗട്ടായി. കാരണം അത് മാത്രം ആ ഒരു മോഡിൽ കാണുക, നമ്മളെ കറുപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞ എനിക്ക് അടിപൊളി കംബാക്ക്. ഇന്ദ്രൻസും അനഘയും കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും. ഇന്ദ്രൻസ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കൊള്ളായിരുന്നു. നല്ലൊരു റിഡംഷൻ ആർക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കേറി കാണാം. എന്ന് വെച്ചാൽ കങ്കുവ കണ്ടിറങ്ങിയവർക്കെല്ലാം ഈ പടം ഒരു തിരിച്ചുവരവാണ് എന്ന് പറയാം. ഇവിടെ ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് ചുമ്മാ എന്ന് വെച്ചാൽ വലിയ കഥ അങ്ങനെയൊന്നും പറയണ്ട. ചുമ്മാ കയറി കുറച്ച് നല്ല മാസമായിട്ടുള്ള ചെക്കന്മാർ ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് കൂവാൻ വേണ്ടിയുള്ള നല്ല എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇന്ദ്രൻ സാറിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ സൂപ്പർ. ക്യാരക്ടർ ആർക്ക് ഭയങ്കര ഇതായിരുന്നു. ക്യാരക്ടർ ആർക്ക് നന്നായിട്ട് കൊള്ളായിരുന്നു. ഓവറോൾ ഇന്ദ്രൻ ചേട്ടനാണ് ആ ഫസ്റ്റ് ഹാഫിൽ ആ ഹോൾ ക്യാരക്ടർ എലിവേറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. ശ്വാസികയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശ്വാസിക നന്നായിരുന്നു. ശ്വാസിക വാസ് ഗുഡ്. തൂക്കിയിട്ടുണ്ട്. സൂര്യ ക്ലൈമാക്സ് ഒക്കെ സൂര്യ അഴിഞ്ഞാടിയിട്ടുണ്ട്. നമുക്ക് ആ ഫീൽ കിട്ടും. ഇപ്പോൾ ഏതൊരു ഏത്തിസ്റ്റ് വന്ന പടം കണ്ടാലും നമുക്കൊരു ഫീൽ തിയേറ്ററിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് സിനിമയാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? അങ്ങനെ കുഴപ്പമില്ല, നല്ല പടമാണ്.